ഉടനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ, എത്രയോ പ്രതിഷേധങ്ങൾ കണ്ടു, വലിയ വലിയ പ്രകടനങ്ങളൊക്കെ കണ്ടു. പക്ഷേ പരിഹാരമുണ്ടാകുന്നില്ല. ഈ സങ്കടങ്ങൾ മാത്രം തുടരുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു തരത്തിലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന ആരോപണമാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങേയറ്റം ദുഃഖകരമായ, നിർഭാഗ്യകരമായ ഒരു വാർത്ത കൂടിയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. വളരെ ചെറുപ്പക്കാരനായ യുവാവിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 3 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ മൂന്നാമത്തെ ജീവനാണ്. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ കൂടിയും തൊട്ടപ്പുറയും ഇപ്പുറയുമായി എന്റെ ജീവൻ കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പൊ ഒന്ന് തൊടുപുഴയുടെ ഭാഗമായി വരുന്ന മുള്ളിരിങ്ങാട് തൊട്ട് ചേർന്ന പഞ്ചായത്താണ് ഞാൻ താമസിക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. കഴിഞ്ഞ നാളുകളിൽ ജനങ്ങൾ ഈ അപകടം ചൂണ്ടിക്കാട്ടി വലിയ നിലയിൽ സർക്കാരിനെ സമീപിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇതിന്റെ അപകട സാധ്യത ധാരാളം ആനകൾ ഈ പ്രദേശത്തുണ്ടെന്നും ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയും, എന്നിട്ട് നാട്ടുകാർ തന്നെ സംഘടിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലിയൊരു ഡ്രൈവ് ഈ കാട്ടാനയെ തുരത്തി ഈ മലയുടെ അങ്ങേ വശത്ത് വിടാനുള്ള പരിശ്രമമൊക്കെ നടത്തിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഒരിക്കൽ കൂടി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ കുറ്റകരമായ ഒരു അനാസ്ഥ തുടരുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം എത്രയോ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ എത്ര സമരങ്ങൾ, എത്ര പ്രതിഷേധങ്ങൾ ഒക്കെ ഞങ്ങൾ ഈ കാര്യത്തിൽ നടത്തി. പക്ഷെ ഒരു സർക്കാർ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ അങ്ങേയറ്റം അലസമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഇപ്പോൾ ഇതിനെ തുരത്തുന്നത് അതിന്റെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ അറിയാം. പക്ഷേ ഇങ്ങനെ കാട്ടാനകൾ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് കാട്ടാനകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അതാണ് കൃത്യമായി പ്രാവർത്തികമാക്കുന്നത്. ഇന്ന സ്ഥലത്ത് ആനയുണ്ട്, അപ്പോൾ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. അത്തരം ഒരു മുൻകരുതൽ പോലും പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല. അല്ല, അത് അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഈ വിഷയത്തെ സമഗ്രമായി ഇപ്പോ ലോകത്തുള്ള വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നെടുക്കാനോ കാട്ടാനകൾ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളും രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതികളും പരിപാടികളും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ നിലയിലുള്ള ഒരു സമീപനവും ഒരു ഇനീഷ്യേറ്റീവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ ഈ വിഷയം പ്രതിഷേധമായി ഉയർത്താൻ നിർബന്ധിതരാണ്. സർക്കാർ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നിലയ്ക്കും ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് വരുന്നില്ല. ഒരു ജീവൻ കൂടി പൊഴിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം പ്രയാസകരമായൊരു സാഹചര്യമാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കും. ഇനി എത്ര ജീവൻ പോയാൽ ഇവർക്ക് കണ്ണു തുറക്കും എന്നതാണ് എന്നെ അനുഭവപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് വലിയ ജനങ്ങളുടെ പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകും. അതുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചത്. ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിലയ്ക്കുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അതെങ്കിലും ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. അതിനൊക്കെ വേണ്ടത് ഈ മനുഷ്യജീവനുകൾ പോലെയും അതിനോട് ഇത്ര നിസ്സംഗമായി പ്രതികരിക്കുന്ന ഈ സർക്കാരിന്റെ നിലപാട് ആദ്യം മാറേണ്ടതുണ്ട്. ഇത് ഞങ്ങൾ കാണുന്നത് ഈ നിയമസഭയിൽ പോലും ഇവരുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാൽ അതിനോട് പോലും വളരെ ഒരു കോൾഡ് സമീപനമാണ് പലപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നത്. മേഖലയിലെ ജനങ്ങളുടെ ജീവന് ഒരു വില കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാൻ. ശരി.